നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അടിക്കാവുന്ന നക്ഷത്രത്തെ പറ്റിയാണ്. ഇത് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയണമെന്നല്ല, കാര്യകാരണ സഹിതമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. ജ്യോതിഷപരമായിട്ട് ധനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് വേഴഗ്രഹത്തെ കൊണ്ടാണ്. ഈ വേഴഗ്രഹം നിങ്ങൾക്ക് ഗോചരപരമായിട്ട് ഇപ്പൊ എവിടെ നിൽക്കുന്നു, ജാതകപരമായിട്ട് വേഴം എവിടെ നിൽക്കുന്നു, ഇത് നോക്കിയിട്ടാണ് അതിന്റെ ഫലം പറയാൻ പറ്റുള്ളൂ. അപ്പോ ജാതക പരിശോധന ഇപ്പൊ ഓരോരുത്തരുടെയും ജാതകം എനിക്കെടുത്ത് പരിശോധിച്ചിട്ട് ഒരു വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. എന്നാൽ ഗോചരപരമായിട്ട് സാമാന്യമായിട്ട് ധനകാരകനായ വേഴം എവിടെയാണ് നിൽക്കുന്നത്, ആ നിൽക്കുന്ന നിൽപ്പനുസരിച്ച് ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ഇതുപോലെയുള്ള ലോട്ടറി ഭാഗ്യം കിട്ടും എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ആ നക്ഷത്രങ്ങളെ പറ്റിയുള്ള സൂചനകൾ തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. ഇപ്പോൾ വേഴം എന്ന ഗ്രഹം, അത് ധനകാരകനായ വേഴം ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. മിഥുനൻ രാശിയിൽ ഇപ്പൊ വേഴം നിൽക്കുന്നത് വക്രഗതിയിലാണ്. വേഴം നേരത്തെ മിഥുനൻ രാശിയിൽ നിന്നിരുന്നതാണ്. ആ മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴം കർക്കിടകൻ രാശിയിലേക്ക് പോയിട്ട് അധികം താമസിയാതെ തിരിച്ച് ഇപ്പൊ മിഥുനൻ രാശിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം മിഥുനൻ രാശിയിൽ പോയ ഗ്രഹം തിരിച്ച് ആ രാശിയിൽ തന്നെ വരുന്നതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. ഒരു ഗ്രഹം വക്രഗതിയിലായാൽ ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും. അപ്പൊ ഈ വേഴം എന്ന ഗ്രഹം വക്രഗതിയിൽ വന്നിരിക്കുന്നതാണ്. അപ്പൊ ആ വേഴത്തിന്റെ ഫലദാനം തൊട്ടാണ് ധനവും. അപ്പൊ ധനകാരകനാണ് വേഴം. ആ വേഴത്തിന് ധനസംബന്ധമായ ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ കഴിയും. അതാണ് ഇത്. വെറുതെ തമാശയായിട്ട് പറയുന്ന, വെറുതെ ആളെ ബോധം കെടുത്താൻ വേണ്ടി പറയുന്നൊന്നുമല്ല. കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ ആ വിധത്തിൽ പറയുന്നത്. രാശി സംബന്ധമായ ചില കാര്യങ്ങൾ സത്യസന്ധമായാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഏതെങ്കിലും ലോട്ടറി കച്ചവടക്കാരൻ്റെ അടുത്ത് ലോട്ടറി ചെലവാകാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല, അല്ലെങ്കിൽ എന്റെ വീഡിയോന് റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യമൊന്നുമല്ല. സത്യമായ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇപ്പൊ വേഴം എവിടെ നിൽക്കുന്നത്? മിഥുനൻ രാശിയിൽ വക്രഗതിയിൽ നിൽക്കുകയാണ്. അപ്പോ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ അതിനെ ഗജകേസരി യോഗമെന്നും അതിനെ ഐശ്വര്യപൂർണമായ യോഗമെന്നും ഒക്കെ പറയാം. മനസ്സിലായ? അപ്പോ വേഴം ധനകാരകനാണ്. അപ്പൊ ധനകാരകനായ വേഴമാണ് ഈ രാശിയിൽ, ഈ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത്. അപ്പൊ അതിലെ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി. ഇവർക്ക് വേഴം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയാണ്. 1, 4, 7, 10 കേന്ദ്രസ്ഥാനമാണ്. അപ്പൊ കേന്ദ്രസ്ഥാനത്ത് വേഴം നിന്നാൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും, ധനനേട്ടങ്ങൾ ഉണ്ടാകും. അവർക്ക് ലോട്ടറി, ബമ്പർ ലോട്ടറിയോ അതേപോലെയുള്ള ലോട്ടറിയോ അടിക്കാവുന്നതാണ്. ഏത് നക്ഷത്രം ഏതാണ്? മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി. ഇനിയുണ്ട് നക്ഷത്രങ്ങൾ. ഇനി വരുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പൊ മീനൻ രാശിയിൽ ഏതൊക്കെ നക്ഷത്രമാണ്? പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇവരുടെ 4ലാണ് ഇപ്പൊ വേഴം നിൽക്കുന്നത്. 4 എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവമാണ്. ഇപ്പൊ കേന്ദ്രഭാവത്ത് ചന്ദ്രകേന്ദ്രത്തിലാണ് വേഴം നിൽക്കുന്നത്. ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ ധനനേട്ടം, ഗജകേസരി യോഗമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രാശിക്കാർക്കും ലോട്ടറി അടിക്കാവുന്ന, ധനനേട്ടം ഉണ്ടാകുന്ന ഒരു സമയത്താണ് വേഴം നിൽക്കുന്നത്. മറ്റൊന്ന്, മീനൻ രാശി കഴിഞ്ഞാൽ പിന്നെ എടവൻ രാശിയാണ്. ഈ എടവൻ രാശിയുടെ 2ലാണ് ഇപ്പൊ വേഴം നിൽക്കുന്നത്. 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനത്താണ്. അപ്പൊ ധനസ്ഥാനത്ത് ധനകാരകൻ നിൽക്കണേ. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും അവിടെ നേട്ടങ്ങൾ ഉണ്ടാവില്ലേ ധനസ്ഥാനത്ത് ധനകാരകൻ നിൽക്കുമ്പോൾ. അപ്പോ ഈ എടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? കാർത്തിക, മുക്കാലി,
രോഹിണി, മകീരം, അരം. ഇവരുടെ രണ്ടാം ഭാവത്തിലാണ് ഈ ധനകാരകനായ വേടം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസരമാണ് ഇപ്പോഴുള്ളത്. ഇവർക്കും ലോട്ടറി അടിക്കാവുന്നതാണ്, ധനപരമായ നേട്ടമുണ്ടാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇനി വരുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ധനുക്കൂറിൽ ഏതെല്ലാം നക്ഷത്രങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ ധനുക്കൂറിന്റെ 7ലാണ് വേടം ഇപ്പൊ നിൽക്കുന്നത്. 7 എന്ന് പറഞ്ഞാലും കേന്ദ്രസ്ഥാനം, 4, 7, 10 കേന്ദ്രസ്ഥാനം. അപ്പൊ ചന്ദ്ര കേന്ദ്രത്തിലാണ് വേടം നിൽക്കുന്നത്. അപ്പൊ ധനുക്കൂറിന്റെ കേന്ദ്രം 7, അതാണ് മിഥുനൻ രാശി. അപ്പൊ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഈ നക്ഷത്രങ്ങൾക്ക് വേടം 7 വരുന്നതിന്റെ പേരിൽ, കേന്ദ്രസ്ഥാനത്ത് വരുന്നതിന്റെ പേരിൽ ധനനേട്ടങ്ങൾ ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് ഇവർക്കും ലോട്ടറി അടിക്കാവുന്നതാണ്, ഈ നക്ഷത്രക്കാർക്കും. ഇനി കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ്? ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര. ഇവർക്ക് ധനകാരകനായ വേടം 10ലാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4, 7, 10. അപ്പൊ 10 ഞാൻ ഇത്ര വിശദമായി തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് വെറുതെ തട്ടിപ്പായിട്ട് പറയണമെന്നല്ല. ജ്യോതിഷ ആചാര്യ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ സംഗ്രഹമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ചെറുതാക്കി കാര്യങ്ങൾ പറയണം. അപ്പൊ അതുകൊണ്ട് ഈ കർമ്മസ്ഥാനത്താണ് ഈ വേടം നിൽക്കുന്നത്. ഇവരുടെ കർമ്മം എന്ന് പറഞ്ഞാൽ 10ആണ്. അപ്പൊ 10 കേന്ദ്രസ്ഥാനവും കൂടിയാണ്. അപ്പൊ കേന്ദ്രസ്ഥാനത്ത് വേടം നിൽക്കുന്നതിന് തീർച്ചയായിട്ടും ലോട്ടറി പോലെയുള്ള ധനപരമായ, ഈ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വേറെ ആരുമില്ല, ധനകാരകനാണ് വേടം. അപ്പൊ വേടം ഈ ധനകാരകനായ വേടം കർമ്മത്തിൽ നിൽക്കുമ്പോൾ കർമ്മത്തിലൂടെ ഇവർക്ക് അതിനുള്ള ധനനേട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്കും ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ വന്ന് ചേരുന്നതാണ്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും അത് വെറുതെ തട്ടിപ്പാണ് ഈ പറയുന്നതെന്ന് പറയും. ഈ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവര് വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നത് ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ്, സത്യസന്ധമായ കാര്യമാണ് ഈ പറയുന്നത്. ഈ ഭാഗ്യാനുഭവങ്ങളും ധനനേട്ടങ്ങളും ഉണ്ടാവുന്ന ഈ നക്ഷത്രങ്ങൾ ഒന്നുകൂടി ഞാൻ വിശദമായി ചുരുക്കി പറയാം. ഏതൊക്കെ നക്ഷത്രങ്ങൾ? മകീരം, തിരുവാതിര, ഉണർദം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, രോഹിണി, കാർത്തിക, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, മകം, പൂരം. ഈ 15 നക്ഷത്രം, 27 നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഈ 15 നക്ഷത്രങ്ങൾക്കും ഇപ്പൊ വേഴം അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ ജൂൺ 2 വരെയുള്ള കേട്ടോ. ജൂൺ 2 കഴിഞ്ഞ വേഴം ഇവിടുന്ന് മാറും. അന്നേരം ഇവരുടെയൊക്കെ ഭാവത്തിൽ നിന്ന് വ്യത്യാസം വരും. അപ്പോൾ 2026 ജൂൺ 2 വരെ വേഴം മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കൂറുകാരെ സംബന്ധിച്ച്, ഈ പറഞ്ഞ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് ലോട്ടറിയോ ഭാഗ്യാനുഭവങ്ങളോ ധനപരമായ മറ്റ് നേട്ടങ്ങളോ ഒക്കെ കിട്ടാവുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോട്ടറി എടുക്കാം. ഇപ്പൊ ഒരു ലോട്ടറിയിൽ ഒരാൾക്ക് മാത്രമേ 1ാം സമ്മാനം അടിക്കുള്ളൂ. ബാക്കിയുള്ള മറ്റുള്ളവരുണ്ടല്ലോ, അവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങളും കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കോടാനുകോടി ടിക്കറ്റിൽ നിന്ന് ഒരാൾക്ക്, ഈ പറഞ്ഞ ഈ നക്ഷത്രക്കാരിൽ ഒരാൾക്കെങ്കിലും ഈ 1ാം സമ്മാനം അടിച്ചിരിക്കും. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം കൂടിക്കിട്ടുന്ന ഒരു സമയമാണ്. എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഞാൻ ഗോചരമായ